മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉയരുകയും അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.04%, S&P 0.17% ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഡാക്സ് 0.79%, CAC 1.3%, ഫഡ്സെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.10% ഇടിഞ്ഞിരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെ വീക്ക്നെസ് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു വീക്ക് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡിൻ്റെ വില 4.34% ഉയർന്ന് $77 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നു. ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഗോൾഡിൻ്റെ പ്രൈസിലും 0.07% വർധനവുണ്ടായി. 2024 വർഷത്തെ ഏറ്റവും വലിയ സിംഗിൾ ഡേ സെല്ലിങ്ങിനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 15,243 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 12,913 കോടിയുടെ ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% വർദ്ധിച്ച് 1.03 ലക്ഷം കോടിയായി മാറി. ലോൺ അസറ്റ് 70,954 കോടിയിൽ നിന്നും 89,869 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. BSE എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. BSEയുടെ ബാങ്ക് എക്സ് വീക്കിലി എക്സ്പയറിയും സെൻസെക്സ് വീക്കിലി എക്സ്പയറിയും November 18, November 14 തുടങ്ങിയ തീയതികൾ മുതൽ ഡിസ്കണ്ടിന്യൂ ആകും. അതുകൊണ്ട് BSE എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. റിഫെക്സ് ഇൻഡസ്ട്രീസ് 928 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി ഇക്വിറ്റി ആൻഡ് വാറണ്ട് ഇഷ്യൂ ചെയ്താണ് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്. മഹീന്ദ്ര CEO എന്ന പേരിൽ ഒരു പുതിയ 4-വീലർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഓവറാൾ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 1% ഇടിഞ്ഞ് 13,160 കോടിയായി മാറി. കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് 4.3% നിന്നും 3.8% ഇടിഞ്ഞത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കൂടാതെ ബിസിനസ് അസറ്റ്സ് 20% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1.13 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു. ആരതി ഡ്രഗ്സിന് യുണൈറ്റഡ് കിങ്ഡം മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് റെഗുലേറ്ററി ഏജൻസിയുടെ സൈഡിൽ നിന്നും കമ്പനിയുടെ ഹിമാചൽ പ്രദേശിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് അഡ്വാൻസ് 12.5% വർദ്ധിച്ച് 9.39 ലക്ഷം കോടിയും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 7.1% വർദ്ധിച്ച് 11.5 ലക്ഷം കോടിയുമായി ഉയർന്നിട്ടുണ്ട്. JTL ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. 1:2 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റാണ് പ്രഖ്യാപിച്ചത്. യൂഫ്ലെക്സ് ഈജിപ്തിൽ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി $126 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾ നേപ്പാളിൽ പെട്രോളിയം ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ധാരണയിലെത്തി. സുന്ദരം ക്ലൈറ്റോൺ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 2,320 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സ്റ്റോക്ക് സെൽ ചെയ്താണ് QIP വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഇപാക് ഡ്യൂറബിൾ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റൂം എയർ കണ്ടീഷണേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പനാസോണിക് ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റീവ് സെയിൽസ് ആരംഭിച്ചു. 40,000 ഡിസ്കൗണ്ടോടുകൂടി ഓല ഇലക്ട്രിക് മൊബിലിറ്റി അതിൻ്റെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 14% വർദ്ധിച്ച് 14,050 കോടിയിലേക്ക് ഉയരുമെന്നും ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 377ലേക്ക് ഉയർന്നുവെന്നും കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനി പറഞ്ഞിട്ടുണ്ട്. C&DLM US-ലെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയുടെ അക്വിസിഷന് അപ്രൂവൽ നൽകി. CESC എന്ന കമ്പനി 150 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്രൊജക്റ്റും 350 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രൊജക്റ്റും സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഭോജ്രാജ് റിന്യൂവബിൾ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.